अच्छा കൈ ഇങ്ങനെ കൈ റെഡി. പെൻഷൻ പറ്റിയിട്ടും ഓരോരുത്തരെ പിടിച്ചു വെച്ചിരിക്കല്ലേ. എല്ലാത്തിനും പിടിച്ചു വിടണം, എന്നാലേ പഠിക്കൂ. പിന്നെ നീ അച്ചടിച്ചിറക്കൂ മലയാള ശബ്ദം. MBA എന്ന 3 അക്ഷരം നിരത്തിയിട്ടാ പത്രം ആവില്ല മോനെ. അത് പറഞ്ഞ് മനസ്സിലാക്ക. സംസ്കാരം, സ്നേഹം, കാരുണ്യം ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല. അമ്മ ഇന്നലെ വാസേട്ടനെ രാമേട്ടനെ നേർക്ക് കയറത്തില്ലേ? അതിന് പകരം അവരോട് നല്ല വാക്ക് പറയായിരുന്നില്ലേ? പണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം വിളമ്പാൻ എന്നെ കിട്ടില്ല. The desert air resounds the call of heart-struck lion's rage. The cloud puts forth its deluge. വാസേട്ടൻ നമസ്കാരം. എന്താ വാര്യരെ, ഞങ്ങളോടൊക്കെ പിണങ്ങിയോ? അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളെ എങ്ങോട്ട് വിളിപ്പിച്ചത് മാപ്പ് പറയാനാ? മാപ്പ് പറയേണ്ടത് ഞങ്ങളാ. പിടിച്ചു നിർത്താൻ ഞാനും രാമൻ നായരും ഒക്കെ ആവുന്നത് നോക്കി. ചെറുപ്പക്കാരല്ലേ, അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ. എല്ലാം തീർന്നു. ഇപ്പോ എല്ലാവർക്കും മനസ്താപമുണ്ട്. വാര്യരോട് പാർവതി കയർത്ത് സംസാരിച്ചു അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എനിക്കറിയരുതോ ആ ചുണ്ടി. ദേഷ്യം വന്നാൽ സ്വാതന്ത്ര്യം ഉള്ളവരോടല്ലേ കയർക്കാൻ പറ്റൂ. ക്ഷമിക്ക, ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട. രാമനായരെ, മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും. അതൊന്നും വേണ്ടായേ, ഇപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞു. പായ്പാടാ, എന്തോ ഇന്ന് എല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ. രാമേട്ടൻ പോയി എല്ലാരും വിളിച്ചോണ്ടിരൂ. ഉച്ചയ്ക്ക് ഊണ് വിടുന്നാവാം. ഓ താങ്കൂടെ ചെല്ലേ. തിന്നോ സമരക്കാരെ എത്തിരുന്ന് നിയമിച്ച് നീ എന്നോട് ഇങ്ങുരാവ് കാണിക്കല്ലേ മോളെ. പശുവിന് കോണായല്ലോ. തെന്നി വേണ്ട. അച്ഛൻ അനിയൻകുട്ടനെ കയറൂരി വിട്ടിരിക്കാണോ? കയറൂരി വിടാൻ അവൻ നാൽക്കാലിയൊന്നും അല്ലല്ലോ. എന്താ സംഗതി? എന്റെ നാട് കുളം നമ്മുടെ പത്രത്തിൽ വേണോ വേണ്ടെന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു പങ്കി തുടങ്ങിയത്. അവനത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയെന്ന് അച്ഛൻ പറയുന്നത്? ഇപ്പോൾ എന്റെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചു വന്നു. ആശുപത്രിയുടെ മുമ്പിൽ പൊടിയും പന്തലൊക്കെ ആയി ഒരു നേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. അനീതിയുള്ളിടത്ത് കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടെ കത്തിച്ചാമ്പലാവണം. അതിനുള്ള തീ അവന്റെ അക്ഷരങ്ങൾക്കുണ്ട്. സത്യം മത ധർമ്മം ചര, അവൻ അതാ ചെയ്യുന്നത്. അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവില്ല. നീ നിൽക്കുന്നത് എവിടെയാണെങ്കിലും ശ്വസിക്കുന്ന അമേരിക്കൻ വായുവാ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അവൻ അവന്റെ കാര്യം നോക്കിയോളും കേട്ടോ. നിങ്ങൾ അങ്ങോട്ടാ? അറേഞ്ച് മാരേജ്, ലവ് മാരേജ്, പെമ്പിള്ളാരുടെ ചർച്ചയുണ്ട്. ഇവിടെ മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. ബെന്നി എവിടാ? സുധു വെന്യൂ എവിടെ വെച്ചാ? കോളേജ് ഹാളിൽ വെച്ചാ. നമുക്കൂടെ അങ്ങോട്ട് പോയാലോ മിസ്സസ് മേനോൻ? വേണ്ട, നിങ്ങൾക്ക് 3 പേർക്കും ആ പ്രായം കഴിഞ്ഞല്ലയോ? അറേഞ്ച് മാരേജ്, ലവ് മാരേജ്, ഇപ്പോ ഡൈവേഴ്സിന്റെ വക്കത്തല്ലയോ? നമുക്ക് വിവാഹ മോചനത്തെ കുറിച്ച് വിമൻസ് ക്ലബ്ബിൽ വെച്ചൊരു ചർച്ച സംഘടിപ്പിക്കാം. ഇവിടെ മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. ചീട്ടുകളി എത്ര മണി വരെ പോവും അമ്മേ? യോ അല്ല മമ്മി. സുദർശന് എപ്പോഴും അനിയൻകുട്ടന്റെ കൂടെ സഞ്ചാരം അല്ലേ? അതെ അതെ, പ്രായമായെന്നൊരു ചിന്തയില്ല രണ്ടുപേർക്കും. അറേഞ്ച് മാരേജ് ഓർ ലവ് മാരേജ്? മാരേജ് എന്ന ചടങ്ങിന്റെ ആവശ്യം എന്താണ്? ക്രിമിനൽ വേസ്റ്റേജ്, സെലക്ഷൻ ഓഫ് എ പാർട്ട്ണർ. പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും അവകാശപ്പെട്ടതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുക എന്നത്. അങ്ങനെ ജീവിക്കുന്നതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റി വേണ്ടേ? എന്ത് ലീഗൽ സാങ്ക്ടിറ്റി? പരസ്പര വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ് കുടുംബജീവിതത്തിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ വിവാഹപ്രായമെത്തിയ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സ് ഒരുപോലെയാണ് എന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബ പശ്ചാത്തലം ഒരു വലിയ ഘടകമാണ്. എഴുത്തുപുര വീട്ടിലെ പൂമുഖത്താണ് എന്റെ സങ്കല്പത്തിലെ ഭർത്താവ്. എഴുത്തുകാരൻ ഭർത്താവ്, ചന്ദനത്തിന്റെ മണമുള്ള ഭർത്താവ്, എണ്ണക്കറുപ്പിലെ കർപ്പൂര ദീപം എനിക്ക് ശേഷം മാത്രം
തൊഴാൻ കാത്തു നിൽക്കുന്ന ഭർത്താവ് എന്റെ പരിഭവങ്ങളെ എന്താ പറയാ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യവനമായി എന്നും ഉറക്കറയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ്. ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ ഞാൻ ഇതുവരെ സാറിന് ഉപയോഗിച്ചിട്ടുണ്ടോ? കേൾക്കട്ടെ, ഏതാ കുട്ടി? സുദർശന. ഏയ് താനിത് അതൊന്നും ശരിയല്ല. ഇക്കാര്യത്തിൽ മറ്റു നിർബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിയാവണം. അവർക്കും നമ്മുടെ പത്രത്തിൽ ഷെയർ ഉള്ളതാണല്ലോ. അത് അന്യാസീനപ്പെട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാവില്ല. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അവൾക്ക് എന്നോട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. അനിയനുമായിട്ടുള്ള അടുപ്പം കൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ പ്രൊപ്പോസൽ വെച്ചത്. വർമ്മ സാർ ഒന്നും മനസ്സിലാക്കണം. 2 സഹോദരന്മാരുള്ള എഴുത്തുവര വീട്ടിൽ 2 പേർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു പത്രവും ഒരു മുറപ്പെണ്ണും. രണ്ടും ഒരാളുടെ കയ്യിൽ തന്നെ നിൽക്കണം. അയാൾക്കേ പവറുള്ളൂ. പക്ഷേ സുദർശനയും അനിയൻകുട്ടനും തമ്മിൽ എനിക്ക് ക്ലിയർ അല്ല. ഇതുവരെ ലൈൻ ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയേക്കും. ആ ഫീല് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത്. എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട് സാർ. എ മൈൽ നോട്ട് അറ്റ് ദ റൈറ്റ് ടൈം, ദ ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു. എന്നും പവർ വർമ്മ സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അനിച്ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നോക്ക്, കുറച്ചും കൂടി. ആ റെഡി, ബെസ്റ്റ്. സുധു, ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു. അപ്പൊ അതിലെ സുദർശന നല്ല പത്തര മാറ്റുള്ള തങ്ക കട്ടി പോലുള്ള സുദർശന. പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെ ഉള്ള സുദർശന. നീയല്ല, നിന്റെ തലയില് കിരീടം വെച്ച കാലിപ്പെട്ടിയുടെ മുകളിൽ സൂട്ട് കേസ് വെച്ച പോലെ ഇരിക്കും. അപ്പൊ ഈ സുദർശനയുടെ കാമുകനായിരുന്നു അഗ്നിദേവൻ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സുദർശനായ നിനക്കും വേണമെങ്കിൽ ഒരു കാമുകനാകാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അയ്യടാ, എനിക്ക് ഈ കാമുകനും പ്രേമവും ഐ ലവ് യു എന്നും എനിക്കിതൊന്നും ഇഷ്ടല്ല. ഓഹോ, പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറുപ്പനാണെന്നോ അവന്റെ തലവഴി എണ്ണ ഒഴിച്ച് കുളിപ്പിക്കണം എന്നൊക്കെ വലിയ വാചം അടിക്കുന്നതായിട്ടല്ലോ പെമ്പിളാടുത്ത് ഇന്നലെ. അത് വാചകടി, ചർച്ചയല്ലേ? ഈ ചർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു ചെന്നപ്പോ എല്ലാരും കിടന്ന് ഉറക്കമായി. മേശപ്പുറത്ത് കഞ്ഞിയും വയറും കുന്തമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് പാത്രം കഴുകി ഷെൽഫി വെച്ചു. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. പക്ഷെ ആളില്ല അവിടെ, ഞാൻ തനിച്ചേ ഉള്ളൂ. പാവം ഞാൻ. എന്നിട്ട് ഞാൻ കിടന്ന് ഉറക്കോ എല്ലാം എന്താ ചെയ്യാന്? ലൈറ്റ് ഓഫ് ചെയ്തില്ലേ? അതാ ഈ പറഞ്ഞു വരുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാ പ്രശ്നം. കണ്ണടച്ച് കാണും. ഇല്ല, കണ്ണടച്ചു പോലും കാണത്തില്ലെന്നാ തോന്നുന്നത്. ചുമ്മാ ഓരോരുത്തർ ഇങ്ങോട്ട് കയറി ചോദിക്കുകയല്ലേ, ഇയാൾ എന്താ ഇങ്ങനെ ചുമ്മാ കിടന്നുറങ്ങിയാ മതിയോ? പ്രേമിക്കൊന്നും വേണ്ടായോ? അനിയൻ കുട്ടാ പ്രേമിക്കണ്ടേ, അനിയൻ ചേട്ടാ പ്രേമിക്കണ്ടേ എന്നൊന്നും വലിയ ബഹളം. എന്താ ഇങ്ങനെ? അറിയില്ലേ, ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. മാറ്റിയെടുക്കണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? പെണ്ണ് കെട്ടണം. എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കെട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോ നിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. നീ ഇപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ആനക്കാരന്റെ മോളോ തയ്യൽ ടീച്ചറോ അല്ലെങ്കിൽ ടൈപ്പോ, ഇനി പാരലൽ കോളേജ് തോറ്റി കിടക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കയറി കെട്ടിയേനെ. അടുത്തറിയാമല്ലോ. അനിയൻ ചേട്ടൻ ഇപ്പൊ തന്നെ കെട്ടണമെങ്കിൽ ഞാൻ നല്ലൊരു പെൺകുട്ടി അന്വേഷിച്ച് മുത്തശ്ശിയുമായി വിശദമായ ഒരു ചർച്ച നടത്തി തീരുമാനം അറിയിക്കാം. വേണ്ട, നിന്റെ ചർച്ച വെറും വാചകോടെ ആയതുകൊണ്ട് മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം. അതുവരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളാം. നീ കണ്ണടച്ചു കിടന്നോ. കേറ്. എന്നാ നിന്നെ സ്വനഗ്രാഹി.